all. ആരാ മനസ്സിലായില്ല? ഏതാ ഈ പെണ്ണ്? നമ്മുടെ കൊട്ടാരം കുതിരവൈദ്യന്റെ മകൾ മാളു. ഓഹോ, കൊട്ടാരം കുതിരവൈദ്യന്റെ മകളായതുകൊണ്ടായിരിക്കും പെണ്ണ് കുതിരയെ പോലെ ഇരിക്കുന്നത്. ചുമ്മാ തമാശ പറയായിരിക്കും. എന്താ പേര്? അപ്പൊ എന്റെ പേര് നീരൂട്ടി എന്നാണ്. ഞാൻ മണവാളൻ. അപ്പം കുറെ ആൾക്കാർ ആദ്യമായിട്ടായിരിക്കും യൂട്യൂബിൽ എന്നെ കാണുന്നത്. ഞാൻ യൂട്യൂബിൽ വീഡിയോസ് അപ്ലോഡ് ചെയ്യാറില്ല. ഞാൻ റീൽസിലാണ് വീഡിയോ അപ്ലോഡ് ചെയ്യുന്നത്. ഓ ആയിക്കോ. അപ്പൊ എന്താ നിങ്ങളുടെ പ്രശ്നം? ചില കുറച്ച് വീഡിയോസ് റീപോസ്റ്റ് ചെയ്യുന്നതേ ഉള്ളൂ. ഇത് വലിയ കൊലച്ചതി ആയി പോയേട്ടാ. അപ്പോ യൂട്യൂബിൽ കണ്ടിട്ടുള്ള ആൾക്കാർ അധികം ട്രോൾ വീഡിയോസ് ആയിരിക്കും കണ്ടിട്ടുണ്ടാവല്ലേ? അങ്ങനെയൊന്നുമില്ല. അല്ല, ഞാൻ അറിയാഞ്ഞിട്ട് ചോദിക്കാണ്, എന്താണ് പറഞ്ഞു നിന്റെ ഉദ്ദേശം? എനിക്കറിയാം ട്രോൾ വീഡിയോസ് തന്നെ ആയിരിക്കും നിങ്ങൾ മോസ്റ്റ്ലി കണ്ടിട്ടുണ്ടാവാം. ഞാനും ഈ ട്രോൾ വീഡിയോസ് ഒക്കെ ഒരുപാട് എൻജോയ് ചെയ്യുന്ന കൂട്ടത്തിലാണ്. എനിക്ക് ഭയങ്കര ഇഷ്ടമാണ്. എന്റെ പൊന്നുപിള്ളേ, വെറുതെ മനുഷ്യനെ ഇടങ്ങേറാക്കല്ലേ. കാരണം നമ്മളെ പോലെ ഒരാള് ഹെയർ സ്റ്റൈൽ റീക്രിയേറ്റ് ചെയ്യുന്നു, ഫേഷ്യൽ സംഭവങ്ങളൊക്കെ റീക്രിയേറ്റ് ചെയ്യുന്നത് നല്ലത് തന്നെയാണ്. അവർ നമ്മളെക്കാട്ടി കൂടുതൽ എഫേർട്ട് എടുക്കുന്നവരായിരിക്കാം. എന്ത് പണ്ടാറോങ്കിലും ആകട്ടെ. പക്ഷെ അതിനടിയിൽ കമന്റ് ചെയ്യുന്ന കുറച്ച് ആൾക്കാരുണ്ട്. ഭയങ്കര വൾഗർ കമന്റ്സ് ആണ്. ഇത് കയറി ഇപ്പം യൂട്യൂബ് ആയാലും ഇൻസ്റ്റ ആയാലും എടുത്ത് നോക്കാം. യൂട്യൂബിലാണ് ഇപ്പം കൂടുതലായിട്ട് വരുന്നത് ഹേറ്റ് കമന്റ്സ്. എന്റെ പാറു, ഞങ്ങൾ അങ്ങനെ പ്രശ്നക്കാരൊന്നും അല്ല. പിന്നെ ഞങ്ങളുടെ കൂട്ടത്തിലുള്ള ദേഹത്ത് തൊട്ടാ ഈ കൈ പിന്നെ ചുമ്മാ ഇരിക്കുക. അത് ഈ കൈയുടെ കുഴപ്പമാണ്. ഇവനാണെങ്കിൽ തേവാരെന്നാ തേവാര ആളെന്നാ തേവാര മകളെന്നാ ഒന്നും നോക്കിയല്ല, കേറി അങ്ങോട്ട് പെരുമാറിക്കളി. ഓക്കെ, അത് കയറി നോക്കി നിങ്ങൾക്ക് മനസ്സിലാവും. മോസ്റ്റ്ലി ബോഡി ഷേമിംഗ് ആണ്. എന്താ ഇപ്പൊ ഇങ്ങനെയൊക്കെ പറയാൻ? ഞാനെന്തെങ്കിലും നിങ്ങളോട് അറിയാതെ? നിങ്ങൾ എങ്ങനെയാണ് ഇങ്ങനെ മോശം? ഇത് ബോഡി ഷേമിംഗ്. ഒരാളുടെ ഫീച്ചേഴ്സ് വെച്ച് എങ്ങനെയാണ് നിങ്ങൾ കമന്റ് ചെയ്യുന്നത് ഇങ്ങനെ? അയ്യോ, അതിന്റെ ട്രേഡ് സീക്രട്ടാ, ഞാൻ പുറത്തു പറയില്ല. അപ്പൊ എന്നോട് ചോദിക്കുന്നത് എന്താ നിന്റെ ഹെയർ സ്റ്റൈൽ എന്താ ഇങ്ങനെ, തലയിൽ എന്താ തേനീച്ച കൂടാണോ, തേങ്ങ വീണതാണോ? ഓക്കെ, ഇങ്ങനെയാണ് കമന്റ്സ് വരുന്നത്. ശകുന്തളയുടെ കാലിലാണ് മുള്ളു കൊണ്ടത്, ഇത് വാലിലാണല്ലോ. അല്ല, കുതിരവൈദ്യന്റെ മോളല്ലേ? കൊട്ടാരം കുതിരവൈദ്യന്റെ മോളല്ലേ? കുതിരവാല് പോലുള്ള ഈ തലമുടി കണ്ടേ വാഴെന്നത് പ്രയോഗിച്ചെന്നേ ഉള്ളൂ. അപ്പം എനിക്കൊരു കാര്യം പറയാനുള്ളത്, എൻ്റെ ഇഷ്ടമാണ്, എൻ്റെ ഫ്രീഡം ആണ് ഞാൻ എങ്ങനെ എൻ്റെ ബോഡി മെയിൻറ്റെയിൻ ചെയ്യണം, എങ്ങനെ എൻ്റെ ഹെയർ സ്റ്റൈല് ചെയ്യണം എന്നൊക്കെ. ആണുങ്ങൾ എന്തെങ്കിലും ചോദിക്കുമ്പോ മറുപടി പറയണ്ട്. ഇവളെന്തൊരു പൊളപ്പ് പൊളക്കണത്. നിങ്ങൾക്ക് ഇതുപോലെ പേഴ്സണൽ ആയിട്ട് ഉണ്ടാവില്ല. ഇപ്പൊ നിങ്ങളോട് ഒരാൾ ഇങ്ങനെ കെട്ടാൻ പറഞ്ഞാൽ നിങ്ങൾക്ക് താല്പര്യം ഉണ്ടാവോ? ഇല്ല. അതുപോലെ തന്നെ നിങ്ങൾ പെർട്ടിക്കുലർലി ചൂസ് ചെയ്യുന്ന ഒരു ഹെയർ സ്റ്റൈൽ എനിക്ക് ഒട്ടും താല്പര്യം ഉണ്ടാവില്ല. ഞാൻ കംഫർട്ടബിൾ ആയിട്ടുള്ള ഒരു ഹെയർ സ്റ്റൈലാണിത്. ഓക്കെ, അതൊക്കെ പോട്ടെ. നോർമൽ ആയിട്ടുള്ള കമന്റ്സ് ഒക്കെ ഞാൻ എല്ലാം ഇഗ്നോർ ചെയ്ത് വിടാറാണ്. എനിക്ക് വേറെ പണിയൊന്നുമില്ലേ? എനിക്ക് വേറെ നല്ല അന്തസ്സായിട്ടുള്ള പണിയൊക്കെ ഉണ്ട്. അവളൊരു പൊന്മുട്ട ഇടുന്ന താറാവാണ്, ഒരിക്കലും പൊരുന്നത്തില്ല. നിങ്ങളെ ബോധിപ്പിക്കേണ്ട ആവശ്യമില്ല. നിങ്ങൾക്ക് എന്നെ പറ്റി അറിയാത്തതുകൊണ്ടാണ് നിങ്ങൾ ഈ മണ്ടത്തരങ്ങൾ വിളിച്ച് പറയുന്നത്. എനിക്ക് മനസ്സിലാക്കാനുള്ള ഒരു സാമാന്യമായിട്ടുള്ള ഒരു കോമൺ സെൻസ് ഉണ്ട്. അപ്പോ ഓക്കെ, നിങ്ങളിപ്പോ പറയും നിങ്ങളുടെ ഇഷ്ടമാണ് എന്ത് കമന്റ് ചെയ്യണം. യു ക്യാൻ കമന്റ് എനിത്തിങ്, ബട്ട് നോട്ട് അറ്റ് ഓൾ ബോഡി ഷെയിം എ പേഴ്സൺ. ഒരിക്കലും ഒരാൾ ബോഡി ഷെയിം ചെയ്യാൻ പാടില്ല. താനെന്താ നോക്കി അമ്പരം നിൽക്കുന്നത്? സ്ത്രീകളെ കുതിരകളോട് ഊഹിക്കും. കണ്ടില്ലേ ആ സ്ത്രീയുടെ സൗന്ദര്യം, ആ തലമുടി കുതിരവാല് പോലെ. ബിക്കോസ് അവർക്ക് അവരുടേതായിട്ടുള്ള ഒരു ഐഡന്റിറ്റി ഉണ്ടാവും. ഓക്കെ, നിങ്ങൾ അത് കയറി നിങ്ങൾ ജഡ്ജ് ചെയ്യാൻ നിങ്ങൾ ആരുമല്ല അവരുടെ ലൈഫിൽ. Who is this smart girl? ആരാണ് ഈ അധിക പ്രസംഗിയായ പെൺകുട്ടി? അയ്യോ, ഇതാണ് വാസന്തി ചേച്ചി. ഇതാണോ വാസന്തി? വാസന്തി എന്ന് പറഞ്ഞപ്പോ ഞാൻ വിചാരിച്ചു ഒരു ഓൾഡ് മോഡൽ അംബാസഡർ കാറായിരിക്കും. ഇത് വെറും റാലി സൈക്കിൾ. അപ്പോ എനിക്ക് ലാസ്റ്റ് ആയിട്ട് പറയാനുള്ളത്, ബോഡി ഷേമിങ് ചെയ്യുന്നവരോട് എനിക്കൊന്നും പറയാനില്ല. ബിക്കോസ് പോട്ടെ, ബുദ്ധിയില്ലാത്ത കുറച്ച് പേര് നമ്മുടെ ഇടയിൽ ഉണ്ടാവുമല്ലോ. ഞാനിവിടെ പാറുവെന്നേ വിളിക്കുള്ളൂ. നാട്ടിൽ ചന്തപ്പാലത്തടി ഇതുപോലത്തെ ഒരു പമ്പർനാത്തിയുണ്ട്. വയസ്സിന് മൂത്തവരാട് പോലും ഇതുപോലത്തെ നെകളിച്ച വർത്താനേ പറയും. പക്ഷെ അവർ കുച്ചവര് നിർഗന്ധം അടിച്ചല്ലേ തുടങ്ങുള്ളൂ. ഇവർക്ക് നേരത്തെ തുടങ്ങി. എന്നെ സപ്പോർട്ട് ചെയ്യുന്ന എല്ലാവർക്കും ഒരുപാട് താങ്ക്സ് ഉണ്ട്. ഞാൻ യൂട്യൂബിൽ വീഡിയോസ് ചെയ്യുന്ന ഒരു വ്യക്തിയല്ല, ഞാൻ റീൽസിലാണ് വീഡിയോസ് ചെയ്യുന്നത്. എടി കുറുണന്റെ മോളെ, എന്നെ വെറും അങ്ങ് മറ്റോനാക്കല്ല് കേട്ടാ നീ. ഹേറ്റേഴ്സിനോട് ഒരുപാട് താങ്ക്സ് ഉണ്ട്. നിങ്ങൾ കാരണം ഇങ്ങനെ ഇവിടെയെങ്കിലും എത്തിയല്ലോ. അപ്പോൾ എല്ലാവരോടും സ്റ്റേ സേഫ്. ഓക്കെ, താങ്ക് യു. നിങ്ങളോടൊക്കെ എങ്ങനെയാ നന്ദി പറയേണ്ടതെന്നോ? താങ്ക് യു ഒക്കെ പറയേണ്ട അന്യരോടല്ലേ. നിങ്ങളൊക്കെ സന്തോഷമായിട്ടിരിക്കാനാ ഞാൻ ഈ പാടൊക്കെ കഴിച്ചത് തന്നെ.
ഒന്ന് ചിരിച്ചേ. ചിരിക്കുന്നേ. മതി. എന്നും കുട്ടിയുടെ മുഖത്ത് ഈ മ്ലേച്ഛത കണ്ടാ മതി.